ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ അവസാന ഒരാഴ്ചയിൽ സംഭവബഹുലമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടന്നെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് ആകാംക്ഷ നൽകിയതും ഇപ്പോൾ ഷോയെ തന്നെ ആകെ മാറ്റിമറിച്ചതും വൈൽഡ് കാർഡ് എൻട്രികൾ തന്നെയാണ്. 6 മത്സരാർത്ഥികളാണ് ഒറ്റയടിക്ക് ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രികളായി പ്രവേശിച്ചത്. 4 പേരെ ഓൾറെഡി പ്രഡിക്റ്റബിൾ ലിസ്റ്റിലുണ്ടായിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് 2 പേർ കൂടി അതിൽ കയറിക്കൂടി എന്നതാണ് എല്ലാവരും ശ്രദ്ധേയമായി കണ്ട പ്രധാനപ്പെട്ട കാര്യം. നിരവധി പേരാണ് ഇപ്പോൾ ഈ വൈൽഡ് കാർഡ് എൻട്രികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തുന്നത്. അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും വലിയൊരു ദുഃഖവാർത്തയായിരുന്നു പരിക്ക് പറ്റി റസ്മിൻ പുറത്തുപോയത്. റസ്മിൻ പുറത്തുപോയി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെയാണ് നിരവധി പേർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ റസ്മിൻ തിരിച്ചു വരുമെന്നും ഒരിക്കലും കുറ്റപ്പെടുത്തരുതെന്നും റസ്മിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട്. റസ്മിൻ ഉടൻ തിരിച്ചെത്തും, റസ്മിൻ ഔട്ടായിരുന്നുവെന്നും ഇന്ന് തിരിച്ചെത്തിയിരുന്നുവെന്നും നിരവധി പേർ പറഞ്ഞിരുന്നു. എന്നാൽ ഔട്ടായതല്ല എന്നും പരിക്ക് കാരണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയതാണെന്നും പറയുന്നു. ബിഗ് ബോസ് പ്രേക്ഷകരെന്ന് തെറ്റായ വിവരം നൽകി അവസരം നേടിയ റസ്മിൻ പുറത്തുവച്ച് തന്നെ പെഡിഷൻ ലിസ്റ്റിൽ മുന്നിൽ നിന്നിരുന്ന വ്യക്തികളെ നേരിട്ടും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പലരുമായി ഗെയിം പ്ലാൻ ചെയ്തു, അകത്ത് തുടരാൻ സത്യമായ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. ഇതിനൊക്കെ പുറത്ത് തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിനെതിരെ കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതും അങ്ങനെ പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ടും റസ്മിന് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ടുമാണ് നിരവധി പേർ എത്തുന്നത്. അതിന് പിന്നാലെയാണ് റസ്മിൻ തിരിച്ചു വരുമെന്നും ശത്രുതയാകാം, പക്ഷേ ഇതേപോലെ ചെറ്റത്തരം എഴുതി പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിന്റെ ആരാധകർ ഇന്ന് റസ്മിൻ ബീബി വീട്ടിൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് ഇത് സ്ഥിരീകരിച്ചതും. റസ്മിൻ അങ്ങനെ പുറത്തു പോയിട്ടില്ല എന്നും പുറത്തുപോയാൽ അതിനുള്ള വിവരം ഞങ്ങൾ അറിയുമെന്നും റസ്മിൻ പുറത്തുപോയാൽ നിങ്ങളെ അറിയിക്കാമെന്നൊക്കെ നിരവധി പേർ പറയുന്നു. ജാസ്മിൻ, നോറ, ജിൻഡോ, ഗബ്രി, അവസരം നഷ്ടപ്പെട്ട പലരും ഉൾപ്പെടുന്നവരുമായി നേരിട്ടും അല്ലാതെയും റസ്മിൻ പുറത്തുവച്ച് സംസാരിച്ചിരുന്നുവെന്നും പറയുന്നു. റസ്മിൻ ലെസ്ബിയൻ കാറ്റഗറിയിൽ ഉൾപ്പെടേണ്ട മത്സരാർത്ഥിയാണ്. ഇവർ കൃത്യമായ വിവരങ്ങൾ നൽകാത്തതിനാൽ കോമണർ കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ടീം വ്യക്തമാക്കുന്നത് ഇങ്ങനെ, അതുകൊണ്ട് തന്നെ ഇവർ പുറത്തു പോകേണ്ടി വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊന്നുമല്ല എന്നും നിരവധി കാര്യങ്ങൾ ഇതിനിടയിൽ കുത്തിക്കയർത്തിയതാണെന്നും പറയുന്നു. ലെസ്ബിയൻ കാറ്റഗറി ആണെങ്കിൽ കോമണർ ആയിക്കൂടെ എന്നും ചോദിക്കുന്നു. കോമണർക്ക് അങ്ങനെ ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല, ഏത് കാറ്റഗറിയിലും കയറാം എന്നാണ്. അവിടെ വെച്ച് ശ്രീധുവിനെ ക്രഷുണ്ട് എന്ന് പറഞ്ഞ റസ്മിനെ പിന്നീട് എല്ലാവരും ലെസ്ബിയനായി തന്നെ കാണുകയായിരുന്നു. അവരുടെ ജെൻഡറിനെ കുറിച്ചോ അവരുടെ സെക്ഷൽ ഇൻട്രസ്റ്റിനെ കുറിച്ചോ ഒന്നും തന്നെ അവരെവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. ശ്രീധുവിനോടൊരു ക്രഷ് ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ ബൈസെക്ഷൽ അല്ലെങ്കിൽ ലെസ്ബിയൻ എന്ന് ഉറപ്പിച്ച് പറയുന്ന പ്രേക്ഷകർ ഇപ്പോൾ ലെസ്ബിയൻ ആക്കി തന്നെ ചിത്രീകരിക്കപ്പെടുന്നു. ഇതൊന്നും ശരിയല്ല എന്ന് റസ്മിന്റെ പിന്തുണയ്ക്കുന്നവരെല്ലാവരും പറയുന്നുണ്ട്. റസ്മിന് ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്നും ഉടനെ തിരിച്ചു കയറുമെന്നും ആരും അങ്ങനെ സന്തോഷിക്കേണ്ട എന്നും പറയുന്നു. റസ്മിൻ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചവർക്കൊക്കെ തന്നെയും വളരെ നിരാശയാണ് ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നതെന്നും ഇന്നത്തെ എപ്പിസോഡിൽ റസ്മിൻ കയറി ഒരു തകർക്കുമെന്നും നിരവധി പേർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് റസ്മിൻ. എല്ലാവരോടും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ അപ്സരയുമായും ഋഷിയുമായും ഗബ്രിയുമായും ജാസ്മിനുമായും വളരെയധികം അടുപ്പമാണ് റസ്മിനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇടിവെട്ട് മത്സരാർത്ഥി. എപ്പോൾ വേണമെങ്കിൽ തിരികാമെന്നുള്ള രീതിയിലാണ് റസ്മിൻ കളിക്കുന്നത്. വളരെ ശക്തിയായ മത്സരാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം. കോമണർ ആണെങ്കിൽ കൂടിയും അവിടെ എല്ലാവരെയും പോലെ തന്നെയാണ് റസ്മിനെയും കാണുന്നത്. അത്രമാത്രം മിടുക്ക് തന്നെയാണ് റസ്മിൻ തെളിയിച്ചിട്ടുള്ളതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.